നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ദശകത്തിലെ അവസാന ശ്ലോകങ്ങളായ 11ഉം 12ഉം ആണ്. ശ്രീമന് നാരായണീയം ദശകം 79 രുക്മിണീ സ്വയംവരം ശ്ലോകം 11. വിവിധ നർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദാ ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരദനോരദനോദതിലോലതാം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. വിവിധ നർമ്മഭിർ ഏവം അഹർ നിശം പ്രമദം ആകലയൻ പുനർ ഏകദാ ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരദനോർ അദനോദ് അതിലോലതാം. അർത്ഥം: ഏവം ഈ വിധം, വിവിധ നർമ്മഭി പലതരം വിനോദ ഭാഷണങ്ങൾ കൊണ്ട്, അഹർനിശം രാപ്പകൽ, പ്രമദം സന്തോഷത്തെ, ആകലയൻ നൽകുന്നവനായി, ഭവാൻ അവിടുന്ന്, പുനഃ അനന്തരം, ഏകദ ഒരിക്കൽ, വക്രഗിര വക്രോക്തി കൊണ്ട്, ഋജുമതേ നേരായ ബുദ്ധിയോടുകൂടിയവളായ, വരദനോ സുന്ദരിയായ രുക്മിണിയും, അതിലോലത വളരെ ചഞ്ചലമായതും, അദനോത്കില ചെയ്തുവല്ലോ. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം, എങ്ങനെ ചൊല്ലാമെന്നും. വിവിധ നർമ്മഭിർ, വിവിധ എന്നുള്ളതിൻ്റെ താന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നർമ്മഭിർ എന്നുള്ളതിൻ്റെ ഭീന്ന് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഏവം അഹർ നിശം ചേർത്ത് ചൊല്ലുമ്പം വിവിധ നർമ്മഭിരേവ മഹർനിശം. പ്രമദം ആകലയൻ ചേർത്തിട്ട് പ്രമദമാകലയൻ. പുനർ ഏകദാ ചേർത്തിട്ട് പുനരേകദാ. ഋജുമതേ അവിടെ വിസർഗം നീട്ടിയിട്ട് വിസർഗം പറയണം. ഋജുമതേ കില വക്രഗിരാ ഭവാൻ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വരദനോർ അദനോദ് അതിലോലതാം. വരദനോരദനോദതിലോലതാം നീട്ടിയിട്ട് മുറുക്കം. വിവിധ നർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദാ ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരദനോരദനോദതിലോലതാം. അടുത്തത് 12ാമത്തെ ശ്ലോകം. തദധികൈരഥലാളന കൗശലൈ പ്രണയിനീമധികം സുഖയന്നിമാം അയി മുകുന്ദ ഭവചരിതാനി ന പ്രഗതതാം ഗതതാന്തിമപാകുരു. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തദധികൈർ അഥ ലാളന കൗശലൈ പ്രണയിനീം അധികം സുഖയൻ ഇമാം അയി മുകുന്ദ ഭവത് ചരിതാനി ന പ്രഗതതാം ഗതതാന്തിം അപാകുരു. അർത്ഥം: അഥ പിന്നീട്, ഐ മുകുന്ദ അല്ലയോ കൃഷ്ണ, തദധികൈ അതിലുമധികമായി, ലാളന കൗശലൈ ശൃംഗാര ക്രീഡകൾ ചെയ്യാനുള്ള കൗശലങ്ങളാൽ, പ്രണയിനീം പ്രേമഭാജനമായ, ഇമാം ഇവളെ, അധികം മുമ്പിലത്തേതിനേക്കാൾ കൂടുതലായി, രമയൻ ആനന്ദിപ്പിച്ചുകൊണ്ട്, ഭവചരിതാനി അങ്ങയുടെ നിർമ്മല കർമ്മങ്ങളെ, പ്രഗതതാം പറയുന്ന, ന ഞങ്ങളുടെ, ഗതതാന്തിം രോഗങ്ങൾ കൊണ്ടുള്ള അവശതയെ, അപാകുരു മാറ്റിയാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം, എങ്ങനെ ചൊല്ലാമെന്നും. തദധികൈർ അഥ ചേർത്തിട്ട് തദധികൈരഥ. തദധി ധി എന്നുള്ള അക്ഷരം
നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ത ദ എന്നുള്ളത് ദയേൽത്തെ. ത ദ ഥ 3 തരത്തിലുള്ള അക്ഷരങ്ങളാണ്. ത ദ ഥ. ത സാധാരണത്തെ ത, ദ എന്നുള്ളത് ദയേൽത്തെ, ഥി എന്നുള്ളത് ധനത്തിൻ്റെ. നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ത ദ ഥി കൈർ അഥ ചേർത്തിട്ട് ത ദ ഥി കൈരഥ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ലാളന കൗശലൈ അവിടെ വിസർഗം. പ്രണയിനീം അധികം ചേർത്തിട്ട് പ്രണയിനീമധികം. ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സുഖയൻ ഇമാം ചേർത്തിട്ടാണ് സുഖയന്നിമാം. ഖ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഐ മുകുന്ദ ഭവത് ചരിതാനി ചേർത്ത് ചൊല്ലുമ്പോൾ ഭവച്ചരിതാനി. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ന അവിടെ വിസർഗം. പ്രഗദതാം ഇവിടെയും പ്രഗദ എന്നും ദയേൽത്തെ ദാന്ന്. അടുത്തത് താം നീട്ടിയിട്ട് മുറുക്കം. ഗദതാന്തിം അപാകുരു ചേർത്തിട്ട് ഗദതാന്തിം അപാകുരു. തദധികൈരഥലാളന കൗശലൈ പ്രണയിനീമധികം സുഖയന്നിമാം. ഐ മുകുന്ദ ഭവച്ചരിതാനി ന പ്രഗദതാം ഗദതാന്തിമപാകുരു. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.